ഇറ്റ്സ് ടൈം ടു ചിയർ എന്നോ ഇറ്റ്സ് ടൈം ടു സെലിബ്രേറ്റ് എന്നോ വേണമെങ്കിൽ ചിലപ്പം പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനുള്ള സ്കോഡിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കോഡിനെ അനൗൺസ് ചെയ്തു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. എങ്കിൽ പോലും നോറ ഇല്ല എന്നുള്ളതൊരു ദുഃഖം തന്നെയാണ്. പക്ഷേ സന്തോഷിക്കാനുള്ള ഒരു ഐറ്റം അതിനോടൊപ്പം ചേർന്ന് വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും ചില വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം വിട്ടു നിൽക്കേണ്ടി വന്ന കോറോ സിങ്ങിനെ സൂപ്പർ കപ്പിനുള്ള സ്കോഡിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത വിപിൻ മോഹൻ എന്ന് വിളിക്കാൻ കഴിയുന്ന എബിൻദാസ് യേശുദാസിനെയും നമ്മൾ സൂപ്പർ കപ്പ് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഭാവിയിലേക്ക് നോക്കി സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു ഘടകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സൂപ്പർ കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ സച്ചിൻ സുരേഷ് ഉണ്ട്, കമൽജിത്ത് ഉണ്ട്, പിന്നീട് അൽസബിത്ത് ഉണ്ട്, ജസീൻ ഉണ്ട്, മുഹമ്മദ് ജസീൻ. അതുകൂടാതെ പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഹോർമിപ്പാം റോയിവി ഉണ്ട്, ബികാ ഷിംനമുണ്ട്, മിലോസ് ഡിങ്കിച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ ഡിസാൻ ലഗേറ്റർ എന്ന താരമുണ്ട്. അതുകൂടാതെ നവോച്ച സിംഗ് ഉണ്ട്, ഐബൻ ഡോഹലിംഗ് ഉണ്ട്, മുഹമ്മദ് സഹീഫ് ഉണ്ട്, പിന്നെ സന്ദീപ് സിംഗ് ഉണ്ട്. ഇതാണ് പ്രതിരോധ നിര. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ അവിടെ അഡ്രിയാൻ ലോണി ഉണ്ട്, ഡാനിഷ് ഫറൂഖ് ഭട്ട് ഉണ്ട്, ബിപിൻ മോഹനൻ ഉണ്ട്, ഫ്രെഡി ലാലങ്മാവി ഉണ്ട്, മുഹമ്മദ് അസർ ഉണ്ട്, യോഷിൻബ മീറ്റ ഉണ്ട്, എബിൻദാസ് യേശുദാസ് ഉണ്ട്, പിന്നെ നമ്മുടെ കോറോ സിംഗ് ഉണ്ട്, മുഹമ്മദ് ഐമൻ ഉണ്ട്, പിന്നെ നമ്മൾ ഐസ്വാളിൽ നിന്നും കൊണ്ടുവന്ന അമാവി ഉണ്ട്. മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഹെസസ് ജിമിനസ് ഉണ്ട്, നമ്മുടെ നോവാസ് ദോയി ഉണ്ട്, ക്വാമി പെപ്ര ഉണ്ട്, ഇഷാൻ പണ്ഡിതി ഉണ്ട്, ശ്രീകുട്ടൻ MS ഉണ്ട്. അപ്പം നമുക്ക് ആശ്വസിക്കാൻ വകയുള്ള ഒരു ടീമിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇവർ എത്രമാത്രം എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.